ഓം നമ ശിവായ. മുംബൈയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അമേരിക്കയിൽ എന്ത് സംഭവിക്കുന്നു, അമേരിക്കയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, അല്ലെ? അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് എന്ത് സംഭവിക്കുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു. നമുക്കത് കാണാൻ പറ്റാത്തതിന് കാരണം നമ്മൾ അവിടെ എത്തുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ടൈം പ്ലെയിനിൽ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഇനി ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസം, അതായത് ജൂലൈ 25 എന്തായിരിക്കും നടക്കുക? ആക്ച്വലി അത് അവിടെ സെറ്റായി വെച്ചിരിക്കുന്നു എന്നൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ആ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സയൻസിന്റെ ഒരു പാരഡോക്സ് ആണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അതിന്റെ ചെറിയൊരു ഫോം നേരത്തെ പറഞ്ഞു. ഇപ്പൊ രാവിലെ വാഹനം എടുത്തുകൊണ്ട് നമ്മൾ പോകുമ്പോൾ വഴിയിൽ വെച്ച് ഒരു കുഴിയിൽ നമ്മൾ വീഴുന്നു. ആ കുഴിയിൽ വീഴുമ്പോഴത്തേക്ക് ഓൾറെഡി ആ കുഴി അവിടെ ഉണ്ടാകപ്പെടണം. ആ കുഴി ഉണ്ടാകപ്പെടുമ്പോൾ അതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ന ആളുടെ വാഹനം അതിൽ വീഴുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്, അത് കംപ്ലീറ്റ് ഫെയ്റ്റലിസം ആണോ എന്ന് വെച്ചാൽ ഇതൊന്നും കംപ്ലീറ്റ് ഒരു സാധനം മാത്രം ആകുന്നില്ല. ഇനി ഞാൻ വളരെ രസകരമായിട്ട് ആലോചിക്കാറുണ്ട്. ഇപ്പൊ ഇടയ്ക്ക് ചില സമയങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നമ്മൾ ആഹാരം കഴിക്കാൻ റെയറായിട്ട് പോകുന്ന ഒരു ഹോട്ടലിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ലോങ് യാത്രയിൽ പോയിട്ട് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ആ ഹോട്ടലിൽ നമ്മൾ കയറുക. ആദ്യമായിട്ട് കയറുന്ന ഹോട്ടലിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പൊ ആ ഹോട്ടലിൽ അന്ന് അവിടെ ചെല്ലുമ്പോൾ ആ ഭക്ഷണം അവർ രാവിലെ അരി ഇടുമ്പോൾ അല്ലെങ്കിൽ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ അവരൊരിക്കലും എന്നെ കുറിച്ച് ചിന്തിച്ച് കാണില്ല, ഈ വരുന്ന ആരെ കുറിച്ച് ചിന്തിച്ച് കാണില്ല. പക്ഷെ ഞാനും ചിന്തിക്കുന്നില്ല ഈ സമയത്ത് ഞാൻ അവിടെ നിന്ന് ആഹാരം കഴിക്കും എന്നുള്ളത്, അല്ലെ? അവിടെ നിന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഞാൻ അവിടെ എത്തുമ്പോൾ എനിക്ക് കഴിക്കേണ്ട ഭക്ഷണം അവിടെ ഉണ്ട്. എനിക്ക് കഴിക്കേണ്ട ഭക്ഷണം എന്ന് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നതിന് കാരണം, ഉറുദുവിലൊരു ചൊല്ലുണ്ട്, സഭി അനാജോമെ ലിഹാഹെ ഖാനെ വാലോം ഖന. അതായത് കഴിക്കപ്പെടേണ്ട ആളിന്റെ പേര് ആ വസ്തുവിൽ അല്ലെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു, അല്ലെ? സഭി അനാജോമെ ലിഹാഹെ ഖാനെ വാലോം ഖന എന്ന് പറയുന്നു. അപ്പൊ എന്ന് പറയുന്നത് പോലെ ഈ പറഞ്ഞ സംഗതി അവിടെ നടക്കുന്നു എന്നാണ്. അപ്പൊ ടൈം പ്ലെയിനിൽ ഞാനിപ്പോൾ ജൂലൈ 25 എക്സാമ്പിൾ വെറുതെ പറഞ്ഞതാണ്. അപ്പൊ ആ സമയത്ത് നടക്കേണ്ട കാര്യങ്ങൾ അവിടെ ഓൾറെഡി സെറ്റാണ്. ഇതിൽ എത്ര പേര് അവിടെ ഓടി എത്തും അറിയില്ല. ആ എത്തുന്ന ആളിന് സംഭവിക്കേണ്ട കാര്യം മാത്രമേ അവിടെ സംഭവിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തി ഈ കാര്യം നമുക്ക് എക്സ്പീരിയൻസ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്, അല്ലെ? അപ്പൊ ഇതാണ് ദജാവുവിന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ദജാവുവിന് നമുക്ക് സംഭവിക്കാൻ പറ്റുന്ന ഒരു എക്സ്പ്ലനേഷൻ ഇതാണ്. അതായത് നമ്മൾ അവിടെ എത്തുന്നു, നമ്മൾ അവിടെ കാണുന്ന കാഴ്ച. അപ്പൊ ഈ കാഴ്ച ആരാണ് കാണുന്നത്? നമ്മൾ യഥാർത്ഥത്തിൽ ജൂലൈ 25 അവിടെ എത്തണമെങ്കിൽ നമുക്ക് ഇത്രയും നാളുകൾ നമ്മൾ കടന്നുപോയേ പറ്റൂ, അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്ന് ഇത്രയും അനുഭവങ്ങളിലൂടെ കടന്നു പോകണം. പക്ഷെ നമ്മുടെ ആത്മാവിന്, മനസ്സിന് വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. അതിനേക്കാൾ ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ പിന്നെന്താണ്, എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സോള് യാത്ര ചെയ്യണം എന്നാണ്. അപ്പോൾ പിന്നെ സോൾ അവിടെ യാത്ര ചെയ്തെത്തണമെങ്കിൽ സോൾ നമ്മളിൽ നിന്ന് പുറത്തു പോകണം. അങ്ങനെ സോൾ പുറത്തു പോകുമ്പോൾ നമ്മളിലേക്ക് എന്ത് സംഭവിക്കുന്നു? മറ്റേതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സോൾ തിരിച്ചു വന്ന് കയറാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ വന്ന് കയറുമ്പോഴാണ് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈ സോള് തിരിച്ച് അതിലേക്ക് വളരെ പെട്ടെന്ന് വന്ന് കയറുകയും നമുക്ക് ഈ പറയുന്ന പോലെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്യുന്നത്. അതായത് വളരെ ജെർക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു. ആ ജെർക്കിങ്ങിലോടുകൂടി നമ്മൾ അതിൽ നിന്ന് തിരിച്ചു വരികയും ചെയ്യുന്നു. അപ്പൊ ഈ പോയ പോക്കിൽ കണ്ട കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ എന്താണെന്ന് പറയാൻ പറ്റുന്നത്, ഈ ദേജാവുമായിട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്നത് എന്ന് നമുക്ക് പറയുമ്പോൾ അത് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ അതിനകത്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് ആർ ഓൾ അസംഷൻസ്. അപ്പൊ ഇങ്ങനെ ഈ സോൾ ട്രാവൽ ചെയ്യാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ പോസിബിലിറ്റി. കാരണം സോൾ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് അനാദിയായ ഒരു ബോധമാണ്. ആ ബോധം എല്ലായിടത്തും ഇങ്ങനെ വ്യാപിച്ചു നിൽക്കുന്നു. അങ്ങനെ വ്യാപിച്ചു നിൽക്കുന്ന ആ ബോധം പിന്നെ നമ്മളിൽ നിന്ന് ഇങ്ങനെ മാറി 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 പലതിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്ന വാദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനിടയിൽ എപ്പോഴൊക്കെയോ നമ്മുടെ ബോധം എപ്പോഴൊക്കെയോ നമ്മളിൽ നിന്ന് അകന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മാറി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ ഇങ്ങനെ കൊണ്ടുവന്ന എക്സ്പീരിയൻസുകളിൽ നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്ന ഒരു ടോട്ടൽ കളക്ഷനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പറഞ്ഞ ഓർമ്മകളും അതുപോലെ തന്നെ നമ്മൾ കാണുന്ന കാഴ്ചകളും. അപ്പൊ രാത്രി ഒരിക്കലും നമുക്കൊരു സ്വപ്നത്തിന് പ്ലാൻ ചെയ്തിട്ട് കിടക്കാൻ പറ്റില്ല. എനിക്ക് ഈ സ്വപ്നം തന്നെ വേണം എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ വളരെ രസമുള്ള കാര്യമാണ്. അപ്പൊ ഈ സ്വപ്നങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. ഒരു മുറിയിൽ കിടന്നത് കൊണ്ടോ അല്ലെങ്കിൽ പരസ്പരം ചേർന്ന് കിടന്നത് കൊണ്ടോ
മാറി മാറി കിടന്നുകൊണ്ട് ഒന്നും നമുക്ക് സ്വപ്നങ്ങളെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ സ്വപ്നങ്ങൾ നടക്കുന്ന മറ്റു തലത്തിലാണ്. അപ്പോൾ നമ്മൾ അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉണ്ടാകുന്ന അതീന്ദ്രിയമായ അനുഭവങ്ങളാണ്, പലതരത്തിലുള്ള അനുഭവങ്ങളാണ്. അപ്പൊ അതാണ് ദേജാവുവിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രം ഞാൻ പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ സോളിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു, പല സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയങ്ങളിൽ അത് കാണുന്ന കാഴ്ചകൾ അത് പിന്നെ റിയൽ എക്സ്പീരിയൻസിലേക്ക് എത്തുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ഭൗതികമായ ശരീരം അവിടെ എത്തുമ്പോഴത്തേക്ക് അത് കാണുമ്പോൾ നമുക്ക് നേരിട്ട് ഉണ്ടായതായിട്ട് നമ്മൾ പറയുന്നു. ഇപ്പൊ ടെലികൈനസിസ് എന്നൊരു പ്രോസസ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്, ടെലിപോർട്ടേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ദൂരെയുള്ള വസ്തുക്കളെയൊക്കെ നമ്മുടെ മനഃശക്തി ഉപയോഗിച്ച് നമുക്ക് മാറ്റാനൊക്കെ പറ്റുന്ന ടെലികൈനസിസ് എന്നൊരു സംഗതിയുണ്ട്, ദൂരെ ഇരിക്കുന്ന സാധനത്തിനെ ചലിപ്പിക്കുന്ന ഒരു സംഗതി അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ടെലിപ്പതി ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ ഒരു നയനം എന്നൊരു കുട്ടിയുടെ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കാരണം ആ കുട്ടി ഒരു സാവന്ത് ആയിട്ടുള്ളൊരു കുട്ടിയാണ്, സാവന്ത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പൊ അയാള് ഇപ്പം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 1-2 പുസ്തകങ്ങളൊക്കെ എഴുതി. സോൾ എന്നുള്ള വാക്ക് ആ കുട്ടി എഴുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുസ്തകം അങ്ങനെ എഴുതുന്നതല്ല, അദ്ദേഹം കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ സ്കില്ലുകൾ അദ്ദേഹം കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ജോർജ് മാത്യു സാറ് ഞങ്ങൾ ആ ഒരു ടീമായിട്ട് തന്നെ പോയി ആ കുട്ടിയുടെ സ്കില്ല് നമ്മൾ കണ്ടെത്തി നമ്മൾ പേപ്പറിൽ ഒരു കാര്യം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടി കുറേ സമയം കൊണ്ട് ടൈപ്പ് ചെയ്ത് അത് അതിൽ കാണിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ അമ്മയുടെ ശരീരത്തിലേക്ക് നോക്കിയിട്ടാണ്, അമ്മ തിരിഞ്ഞു നിന്നാലും മതി, അമ്മ അപ്പുറത്തെ മുറിയിൽ വേറൊരു മുറിയിൽ ഇരുത്തിയിട്ട് പോലും നമ്മൾ ചെയ്തു നോക്കി. അപ്പൊ അത് സക്സസ്ഫുൾ ആയിട്ട് നടന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കോമൺ മൈൻഡാണ്. അപ്പൊ ആ മൈൻഡിൽ നടക്കുന്ന കാര്യത്തിന് ഈ മൈൻഡ് വെച്ച് ആക്സസ് ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റമാണ് ടെലിപ്പതി എന്ന്. അപ്പൊ ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ സൈക്കപ്പാസിറ്റീസിന്റെ ഡെവലപ്പിംഗ് സ്റ്റേജുകളാണ്. അപ്പൊ സൈക്കപ്പാസിറ്റീസ് ധാരാളമായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരുപാട് ജീവജാലങ്ങളുണ്ട്. മനുഷ്യനും ഈ കപ്പാസിറ്റി ഉണ്ട്, ഈ പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, അതായത് അകത്തിരിക്കുന്ന സാധനത്തിനെ കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ വെളിയിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു. എപ്രകാരത്തിലാണോ കസ്തൂരി മൃഗം ഈ കസ്തൂരി അന്വേഷിച്ച് പോകുന്നത് എന്ന് ചുരുക്കി നമുക്ക് പറയാൻ പറ്റും. അപ്പൊ സൈക്കപ്പാസിറ്റീസ് അതായത് വലിയൊരു ടോപ്പിക്കാണ്, വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞത് ട്രാൻസ്പെറൻസി ഓഫ് ദ മൈൻഡ് എന്ന് പറഞ്ഞത് എനിക്കത് ക്ലിയർ ആയില്ല എന്താണെന്നുള്ളത്. ഇപ്പൊ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് അതിന് സുതാര്യത എന്നുള്ളൊരു രീതിയിൽ നമ്മൾ എടുക്കുകയാണ്, ട്രാൻസ്പെറന്റ് മൈൻഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ മൈൻഡ് ഇപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുന്നു, ഈ പല കാര്യങ്ങളുടെയും ഒരു 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 ഷീത്താണ്, അല്ലെങ്കിൽ ഒരെണ്ണത്തിന്റെ കളക്ഷനാണ്. അപ്പൊ ഈ സഞ്ചിത കർമ്മം, ആർജിത കർമ്മം എന്നൊക്കെ നമ്മൾ പ്രാരബ്ധ കർമ്മം എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ വന്ന് കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ മനസ്സിനെ കാണുന്നത്. നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് ഈ വൃത്തികൾ എന്ന് പറയുന്നു. വൃത്തി എന്ന് പറഞ്ഞാൽ നടക്കുന്ന പ്രവർത്തികൾ എന്നുള്ളതാണ്. ഇതെല്ലാം നടക്കുന്ന ഒരു പശ്ചാത്തലമാണ് മൈൻഡ്. അതുകൊണ്ട് തന്നെ മൈൻഡിന്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മൈൻഡ് വളരെയേറെ കാം ആൻഡ് ക്ലിയർ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, അപ്പോൾ അവിടെ തോട്ട്സിന്റെ ഇളവ് വളരെ കുറവായിരിക്കും. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെയാണ്, ഈ തോട്ട് സൈക്കിളുകൾ കൂടുമ്പോഴത്തേക്കാണ് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരുന്നത്. തോട്ട് സൈക്കിൾ കുറയുമ്പോൾ അതനുസരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ കുറേ സെറ്റിലാവും. ഈ ചെറിയ കുട്ടികൾക്ക് തോട്ട് സൈക്കിൾ വളരെ കുറവാണ്, അതുകൊണ്ടാണ് അവർ വളരെയേറെ ഡിവൈൻ ആയൊരു വേൾഡിലാണെന്ന് പറയുന്നത്. ഒക്കെ അതിന് കാരണം അതാണ്. അപ്പൊ ഈ തോട്ടുകൾ എന്ന് പറയുന്നത് കൂടുതൽ വരുന്തോറും മനസ്സ് മലീമസമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് എപ്പോഴും തെളിയുമ്പോഴാണ്. അപ്പൊ ചില ആൾക്കാർ നമ്മൾ പറയാമല്ലോ, ഇപ്പൊ ചങ്ങമ്പുഴയുടെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, അരികിലേക്കാൾ അരികിലാണ് നീ, അകലേക്കാൾ അകലെയാണ് അത്ഭുതം. അതായത് രണ്ടുപേര് വളരെ സ്നേഹത്തിൽ ചേർന്ന് അടുത്തിരിക്കുകയാണ്, പക്ഷെ രണ്ടുപേരുടെയും മനോമണ്ഡലങ്ങൾ എന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമായ ദൂരെയാണ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സ്, അതാ ഞാൻ കുട്ടികളുടെ എക്സാമ്പിൾ പറഞ്ഞു, കാരണം കുട്ടികളുടെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ അവർക്ക് വളരെ പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും. അതുപോലെയാണ് മൃഗങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോഴല്ലേ, ഒരു സുനാമി വരുമ്പോഴൊക്കെ മൃഗങ്ങൾക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റുന്നതിന് കാരണം അവരുടെ മൈൻഡ് എന്ന് വെച്ചാൽ ട്രാൻസ്പെറന്റ് ആണ്, പ്രപഞ്ചത്തിന്റെ മൈൻഡുമായിട്ട് വളരെ പെട്ടെന്ന് ഒരു കണക്റ്റഡ് ആവുന്നു. അപ്പൊ നമ്മുടെ മൈൻഡിലുള്ളത് വേറൊരാളുടെ മനസ്സിലേക്ക് പോകുന്നെങ്കിൽ അത് യഥാർത്ഥത്തിൽ ട്രാൻസ്പെറന്റ് എന്ന് മാത്രമല്ല, അതിന് വേറെ പ്രശ്നങ്ങൾ കൂടിയുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ വേറൊരാളിന് മനസ്സിലാകുന്നു എങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ ആ മനസ്സിലാക്കുന്ന ആളിന് കപ്പാസിറ്റി കൂടുതലാണെന്നാണ്. പിന്നെ ട്രാൻസ്പെറന്റ് ആയിരിക്കുന്ന മൈൻഡിൽ നിന്ന് വരുന്നതെല്ലാം എന്തായിരിക്കും, പോസിറ്റീവായുള്ള ചിന്തകളായിരിക്കും. ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും കൊലപാതകമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭീകരമായുള്ള കാര്യങ്ങളൊന്നും വരില്ല. അവരുടെ മൈൻഡിൽ നിന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട്, മീൻസ് വളരെ കാം ആൻഡ് സെറീൻ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരിക. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ബൈബിളിലൊക്കെ പറയുന്നുണ്ട്, കുട്ടികളെ പോലെ ആകൂ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടുകയുള്ളൂ എന്ന് പറയുന്നതിന് കാര്യം അതാണ്. അപ്പൊ മൈൻഡ് ട്രാൻസ്പെറൻസി വരിക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു അവസ്ഥ കൂടിയാണ് നമ്മുടെ ഇത്. പക്ഷേ മറ്റൊരാൾ നമ്മുടെ മനസ്സിനെ വായിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ട്രാൻസ്പെറന്റ് എന്ന് ഒരർത്ഥമില്ല. കാരണം അദ്ദേഹത്തിന് നമ്മുടെ മനസ്സിനെ വായിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെയുള്ളതിൽ പൊട്ടൻഷ്യൽ ഉണ്ടാവാം. ഇനി അതല്ല, ഒരേപോലെയുള്ള മനസ്സ് ഉള്ള ചില ആളുകൾ, അപ്പം സാധാരണയായിട്ട് ഇരട്ടകൾക്ക് അങ്ങനെ പറയാറുണ്ട്, ഇരട്ടകൾക്ക് ഒരാളിന് അസുഖം വരുമ്പോൾ തന്നെ മറ്റൊരാളിന് അസുഖം വരും എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും. അപ്പൊ അവിടെ നമുക്ക് വേണമെങ്കിൽ ഇത് പറയാം. ഇനി ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ചില കുട്ടികൾ തന്നെ അവരൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അവർ മാത്രം വരുന്ന സമയത്ത് അവിടെയും അവർക്ക് ഈ പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് സംഭവിക്കാറുണ്ട്. ഇടയ്ക്ക് രസകരമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ അമേരിക്കയിൽ നിന്നൊരു പട്ടി കേരളത്തിൽ വരുന്നു, ചൈനയിൽ നിന്നൊരു പട്ടിയെ കൊണ്ടുവരുന്നു,
പക്ഷെ പട്ടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നം വരുന്നില്ല. അവർ ബോൺ ആൻഡ് ബ്രോട്ടപ്പ്, അവർ വിളിക്കുന്ന പേരുകൾ വ്യത്യസ്തമായിരിക്കും, പക്ഷെ അവരിവിടെ വന്നിട്ട് അവരുടെ കുരയിലും വ്യത്യാസം കാണും, പക്ഷെ സ്റ്റിൽ അവർക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ മൈൻഡിനെ ട്രാൻസ്പെറന്റ് ആക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലെ മാലിന്യങ്ങൾ കംപ്ലീറ്റ് മാറിയിട്ട് തെളിഞ്ഞൊരു കണ്ണാടി പോലെ ആവുക എന്നുള്ളതാണ്. അപ്പൊ നാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് തെളിഞ്ഞ ഒരു കണ്ണാടി പോലെ ആവണം, എങ്കിൽ മാത്രമേ അതിൽ ഈ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് പ്രതിഫലിക്കുകയുള്ളൂ, അല്ലെ, എങ്കിലേ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യം കൂടിയാണ്. പക്ഷേ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഓൾസോ. കാരണം നമ്മുടെ മനസ്സിന്റെ അഴുക്കുകളെല്ലാം മാറ്റി ട്രാൻസ്പെറൻ്റ് ആയി ഇരിക്കുക എന്ന് പറയുന്നതും വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ സൈക്കോപാസിറ്റീസിനെ കുറിച്ച് ധാരാളം പറയാനുണ്ട്. സൈക്കഡലിക്കും സൈക്കോപാസിറ്റീസും രണ്ടും രണ്ടാണ്. സൈക്കോപാസിറ്റീസ് എല്ലാ ആളുകൾക്കും ഉണ്ട്, പക്ഷെ ബോധപൂർവം നമ്മൾ അതിനെ കൂടുതലായിട്ട് അതിനെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസിൽ വരാറുണ്ട്, പക്ഷെ നമ്മൾ അതിന് ഒരു ലീസ്റ്റ് ഇമ്പോർട്ടൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കൂടുതൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഏതാണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് നല്ല രസമുള്ളൊരു ചോദ്യമാണ് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പൊ ഈ ഓക്സിജൻ എന്ന് പറയുന്ന സാധനം ഈ പ്രപഞ്ചത്തിൽ മൊത്തം ഉണ്ട്, പക്ഷെ നമ്മളത് വലിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് നമ്മളത് മാത്രമായിട്ട് മാറും, നമ്മുടെ ഉള്ളിൽ മാത്രമായിട്ടിരിക്കുന്ന ഒരു സാധനമായിട്ട് മാറും എന്ന് പറയും പോലെ മനസ്സിനെ കുറിച്ച് പറയുന്നത് ഇതൊരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇത് മൊത്തത്തില് ഈ പ്രപഞ്ചത്തിന് മൊത്തത്തിലുള്ള ഒരു ബോധം, പ്രപഞ്ചത്തിന് മൊത്തം ഒരു മനസ്സ്. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, ആസ് ഈസ് ദ ഹ്യൂമൻ മൈൻഡ് സോ ഈസ് ദ കോസ്മിക് മൈൻഡ്. അപ്പൊ ഇത് നമ്മുടെ മൈൻഡും ഇതും ഒന്ന് തന്നെയാണ്, എടുക്കുന്ന പശ്ചാത്തലം ഒന്ന് തന്നെ. പക്ഷെ അതായത് നമ്മളിപ്പോൾ ഒരു 5 പേര് ചേർന്ന് അപ്പോൾ 5 മതവിഭാഗത്തിലുള്ള ആളുകൾ പോയിട്ട് ഒരു കളറുള്ള വസ്ത്രം എടുക്കുകയെന്ന് വിചാരിക്കും, തുണി എടുക്കുകയാണ്. ഈ തുണി എടുത്തിട്ട് അതിൽ പുരുഷനുണ്ട്, സ്ത്രീയുണ്ട്, കുട്ടിയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു 5 പേരും 5 തരത്തിലായിരിക്കും ഈ വസ്ത്രത്തിനെ തുന്നുന്നത്. അപ്പോൾ വസ്ത്രം ഒന്നാണ്, തുണി ഒന്നാണ്, നമ്മൾ റെഡിമെയ്ഡ് എല്ലാം വാങ്ങിക്കുന്ന തുണി. ഇങ്ങനെ എല്ലാവരും ഒരു 2 മീറ്റർ തുണി വെച്ച് ഒരേ തുണി കട്ട് ചെയ്ത് വാങ്ങുന്നു. പക്ഷെ ഓരോരുത്തരും അത് തുന്നി എടുക്കുന്നത് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. എന്ന് പറയും പോലെ നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെയും ഉള്ളിലുള്ളത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്, അതിന്റെ ഒരു ചെറിയ രൂപത്തിൽ നമ്മൾ പറഞ്ഞാൽ കളക്റ്റീവ് മൈൻഡാണ്. ഈ കളക്റ്റീവ് മൈൻഡിനെ നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ചേർക്കും. നമ്മുടെ വാസനകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സ്വകാര്യമായിട്ടുള്ള നമ്മുടെ ഈഗോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് ചേർക്കുമ്പോൾ അത് ഡിഫറൻ്റ് ആവുന്നു. അപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ആ ട്രാൻസ്പെറൻസി വരുമ്പോഴത്തേക്ക് ഇത് ഒരു മൈൻഡാണ്, എല്ലാം ഒന്നാണ് എന്നുള്ള ധാരണയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരാളിന് വളരെ ദൂരെ ഇരിക്കുന്ന ഒരാളിനെ വളരെ പെട്ടെന്ന് തന്നെ സെൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ റേക്കി ഹീലേഴ്സ് അങ്ങനെ എനർജിയുമായിട്ട് ബേസ് ചെയ്ത് ഇങ്ങനെയുള്ള ടെക്നിക്സ് ചെയ്യുന്ന ആൾക്കാർ ഈ പറയുന്ന പോലെയുള്ള എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തിരുന്നുകൊണ്ട് ഹീലിംഗ് ചെയ്യാറുണ്ട്. അവർക്ക് കൃത്യമായിട്ട് സെൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഈ എനർജി ബേസിൽ മാത്രമാണോ, ഭൗതിക ശരീരത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഒരാളിങ്ങനെ ആ ശരീരം, മറ്റേ ആളിൻ്റെ ആ ഒരു സ്ഥൂല ശരീരം ഇവിടെ സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ ആ ശരീരത്തിൻ്റെ തോളിൽ ഇങ്ങനെ അടിക്കുമ്പോൾ അമേരിക്കയിലിരിക്കുന്ന അല്ലെങ്കിൽ കാനഡയിൽ ഇരിക്കുന്ന ഒരാളിൻ്റെ തോളിൽ അതേപോലെ കൃത്യമായിട്ടൊരു അടി കിട്ടിയതായിട്ടും എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അപ്പോൾ റേക്കി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന ഒരു ചോദ്യം ഇപ്പോൾ വന്നിട്ടുണ്ട്, പറയാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് തന്നെയാണിത്. പക്ഷേ ഇതിൻ്റെയും പ്രശ്നം ഇത്രയേ ഉള്ളൂ, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ പുറത്തേക്ക് കാര്യങ്ങൾ നോക്കുന്നില്ല. നമ്മൾ ഈ പറയുന്ന ലിമിറ്റഡ് സർക്കിളിനകത്ത് മാത്രം നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കത് സംഭവിക്കുന്നത്. അപ്പോൾ പ്രപഞ്ച മനസ്സിലേക്ക് നമ്മൾ അറ്റ്യൂൺ ചെയ്യുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഈ കാര്യങ്ങൾ കണക്റ്റ് ആവും. അപ്പോൾ ഇങ്ങനെയുള്ള എനർജി ഹീലിംഗ് സിസ്റ്റങ്ങൾ ധാരാളമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റേക്കി. ഇപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഞാൻ അതും കൂടെ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ റേക്കി എന്ന് പറഞ്ഞാൽ റേ എന്നും കീ എന്നും അർത്ഥമുള്ള രണ്ട് പദങ്ങളാണ്, അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് റേക്കി. ഇതൊരു ജാപ്പനീസ് ഒറിജിൻ ആണ്. ഇപ്പോഴും ഡോക്ടർ മിക്കാവോ ഉസൂയി, അദ്ദേഹത്തിൻ്റെ 1900-കളിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ പഴക്കമൊന്നും ഉള്ളൊരു കാര്യമല്ല. അപ്പൊ റേക്കി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ സാർവജനീനമായിട്ടുള്ള കീ എന്ന് പറഞ്ഞാൽ ഊർജ്ജം എന്നാണ്. അപ്പൊ ആ ഊർജ്ജത്തിനെ നമ്മൾ പല പേരുകൾ വിളിക്കുന്നു. പ്രാണ എന്ന് വിളിക്കുന്നു, അതുപോലെ തന്നെ ബയോപ്ലാസ്മ എന്ന് വിളിക്കുന്നു, വൈറ്റൽ എനർജി എന്ന് വിളിക്കുന്നു, എന്ന് വിളിക്കുന്നു. അപ്പൊ ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന, ബറാക്ക എന്ന് വിളിക്കുന്നു, റൂഹ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്ന ഊർജ്ജം. അപ്പൊ ഈ ഊർജ്ജം എന്ന് പറയുന്നത് അതിൽ ഈ പറയുന്ന പോലെ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന സാർവജനീനമായിട്ടുള്ള ആ ഊർജ്ജത്തിനെ പല സ്ഥലങ്ങളിലേക്ക് സംക്രമിപ്പിച്ചുകൊണ്ട് രോഗചികിത്സയ്ക്കും സുഖപ്പെടുത്തലിനും വേണ്ടി, ഹീലിംഗ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഹീലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ റേക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ റേക്കി യഥാർത്ഥത്തിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത്
നമ്മൾ യഥാർത്ഥത്തിൽ റേക്കിയുടെ സെക്കൻഡ് ഡിഗ്രിയിലാണെന്ന് പറയുന്നത്. സെക്കൻഡ് ഡിഗ്രിയിൽ പ്രത്യേകമായുള്ള ചില സിമ്പിളുകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ തിയറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മുമ്പ് ഏതൊക്കെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, പ്രപഞ്ചം മുഴുവൻ ഒരു ബിന്ദുവിലേക്കും ഒരു ക്ഷണത്തിലേക്കും ക്രോഡീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, പല മനസ്സുകൾ ഇത് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്, ഇതിനെ നമ്മൾ ഇങ്ങനെ വിളിക്കുന്നു ദിസ് മൊമെന്റ്. ഇതാണ് ട്രൂത്ത്. ഈ ഒരു പോയിന്റ് ഇപ്പൊ നമ്മുടെ ശരീരത്തിനകത്ത് ഞാൻ എന്ന ഭാവം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് സമയം കിട്ടുമ്പോൾ ചിന്തിച്ച് നോക്കുക. ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക, അതിനെ ഹോൾഡ് ചെയ്തിട്ട് ആലോചിക്കുക, എവിടെയാണ് വേർ ഐ ആം ഇൻ മീ, വേർ ഐ ആം ഇൻ മീ, വേർ ഐ ആം ഇൻ മീ. ഞാൻ എന്നിൽ എവിടെയാണ്, ഞാൻ കാലിലാണോ കയ്യിലാണോ? അപ്പൊ കാലിൽ മാത്രമാണോ? അപ്പൊ കാലിൽ ഉണ്ടോന്ന് വെച്ചാൽ കാലിലുണ്ട്, എന്നാൽ കാലിൽ മാത്രമാണോ ഇരിക്കുന്നത്? അല്ല. ഇനി കാലില്ലാത്ത ഒരാളിന് ഞാൻ ബോധമില്ലേ? ഉണ്ട്. അപ്പൊ കാല് ഇല്ലെങ്കിൽ കുഴപ്പമില്ലേ? ഇല്ല. അപ്പൊ കാല് ഉള്ളപ്പോൾ ആ ബോധമുണ്ട്, കാലില്ലെങ്കിലും ആ ബോധമുണ്ട്, കൈയില്ലെങ്കിൽ. അപ്പൊ ഈ ഓരോ ശരീരഭാഗത്തിന് ഡിറ്റാച്ച്, നമ്മളൊരു മെഡിറ്റേഷൻ അത് ചെയ്തിട്ടുണ്ട്, ഡിറ്റാച്ച് ചെയ്ത് പോകുമ്പോഴും ഞാൻ ബോധം ഇരിക്കുന്നു. അപ്പൊ ആ ഞാൻ ബോധം അത്രയേറെ സട്ടിലാണ്, അത്രയേറെ കോംപ്ലിക്കേറ്റഡ് ആണ്, അത്രയേറെ മൈന്യൂട്ട് ആണ്, നമുക്ക് ചെറുതിനേക്കാൾ ചെറുതാണ്, ഇൻഎക്സ്പ്ലിക്കബിൾ ആണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു വെക്കാനേ പറ്റും. അപ്പൊ ആ ഞാൻ ബോധം, അപ്പൊ ആ നിമിഷത്തിൽ ആ സമയത്തിനെയും ആ എന്താ പറയുക സ്ഥലത്തിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ റെക്കിയിൽ ഈ സിമ്പലുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ക്ലാസ്സുകളിൽ ഇരുന്നാൽ മാത്രമേ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ മോഡേൺ ഫിസിക്സിലാണ് നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും സാധിക്കുന്നത്. നോർമലി നമ്മൾ കൈകൾ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇതിനകത്തൊരു പർട്ടിക്കുലർ ആയുള്ള ഒരു എനർജി വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇതൊക്കെ അമ്മമാർ വളരെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ടച്ച് തെറാപ്പി എന്ന് പറയുന്നത്. അല്ലെ, ചെറിയ പ്രായത്തിലായിരുന്നപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു തട്ടോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അമ്മ തടവിയാലേ നമുക്ക് ഒരു സുഖം വരുള്ളൂ. അമ്മ എങ്ങനെ തടവണം? സ്നേഹത്തോടെ വാത്സല്യത്തോടെ തടവുമ്പോഴാണ്. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ ഈ ഹീലിംഗ് ആണ് നടക്കുന്നത്. ഇതേ തടവകം കൊമ്പം മീശയുള്ള നമ്മുടെ ഒരു അമ്മാവൻ തടവിയാൽ നമുക്ക് ഈ സുഖപ്പെടൽ സംഭവിക്കില്ല. അപ്പൊ ഇങ്ങനെ അത് പൂച്ചകളെടുത്ത് നമ്മൾ തടവുമ്പോൾ പൂച്ച കുറെ കഴിയുമ്പോൾ ഇങ്ങനെ പറന്ന ശബ്ദം കേൾപ്പിക്കും. അപ്പോഴാണ് ശരിക്കും പൂച്ചയും നമ്മളുമായിട്ട് അറ്റ്യൂൺ ആവുന്നതെന്നാണ്. അപ്പൊ ഇതുപോലെ ഓരോ ജീവിക്കും ഉണ്ട് ചില പർട്ടിക്കുലർ ആയുള്ള പ്ലേസുകളുണ്ട് ടിക്കിൾ ചെയ്യാനും അതിനൊക്കെ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ മൊത്തം അങ്ങനെയുള്ള കുറേ സ്റ്റേഷൻസ് ഉണ്ട്. അവിടെയെല്ലാം നമ്മൾ ആക്റ്റീവ് ആക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന തരത്തിലുള്ള സംഗതികൾ വരും. അപ്പൊ ഇവിടെ ഈ പറയുന്ന എനർജിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരൊറ്റ പോയിന്റിൽ ഇരിക്കുന്നതിനെ നമ്മുടെ ഈ കൈവെള്ളയ്ക്കകത്ത് ഈ ലോകങ്ങളെയും സ്ഥലങ്ങളെയും സങ്കല്പിച്ചുകൊണ്ട്, വെറും സങ്കല്പമല്ല, നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. അതിനുവേണ്ടി വളരെ ഡിവൈൻ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള സിമ്പലുകളുണ്ട്. ഈ സിമ്പലുകളെല്ലാം തന്നെ ഡോക്ടർ മികാവു ഉസൂയി അദ്ദേഹത്തിന് ധ്യാനത്തിൽ തെളിഞ്ഞു വന്നതാണ്. അതെല്ലാം 3 ഡയമെൻഷണൽ ഫോർമാറ്റുകളിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് വന്നതാണ്. കുറാമയാമ മലനിരകളിൽ അദ്ദേഹം ധ്യാനത്തിനിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സംഗതി എന്ന് വെച്ചാൽ, അദ്ദേഹത്തിനോട് ഈ ജപ്പാനിലെ സ്റ്റുഡൻസ് ചോദിച്ചു, അദ്ദേഹം വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, എപ്രകാരത്തിലാണ് ജീസസ് ക്രൈസ്റ്റ് മുടന്തനായ ഒരാളിനെ നടത്തിയത്? ഒരു ഹഞ്ച് ബോക്കിനെ എങ്ങനെയാണ് അദ്ദേഹം കൂന് മാറ്റി കൊടുത്തത്? എങ്ങനെയാണ് പച്ചവെള്ളത്തിനെ മുന്തിരിച്ചാറാക്കിയത്? അപ്പോൾ അദ്ദേഹം എത്രയോ തവണ ബൈബിൾ വായിക്കുകയും അത് റിസർച്ച് ചെയ്യുകയും ചെയ്തിട്ടും ഒരു സ്ഥലത്ത് പോലും അതിന്റെ റെഫറൻസ് കിട്ടിയില്ല. അങ്ങനെ അദ്ദേഹം അന്വേഷിച്ച് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു. ഒടുവിൽ ആരൊക്കെയോ പറഞ്ഞു ബുദ്ധ മൊണാസ്ട്രികളിൽ അതിന്റെ ആൻസർ കിട്ടും. അപ്പൊ അവിടെ പോയപ്പോഴത്തേക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞത്, യു ഗോ ടു ഇന്ത്യ, ദെയർ യു വിൽ ഗെറ്റ് ദ ആൻസർ എന്നാണ്. അങ്ങനെ അദ്ദേഹം സഞ്ചരിച്ച് തിബത്തിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ എത്തിയെന്നും മഹാവൈരോചന തന്ത്രം, ലോട്ടസൂത്രം തുടങ്ങിയ മഹത്തായ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ പഠിച്ച് സംസ്കൃതം പഠിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് തിരിച്ച് അദ്ദേഹം കുറാമയാമ മലനിരകളിൽ, അവരുടെ വിശുദ്ധമായ പർവ്വതമാണ് ജപ്പാനിലെ, അപ്പൊ അവിടെ പോയിരുന്ന ധ്യാനത്തിലിരുന്നു എന്നാണ്. അപ്പൊ അവിടെ 21 ദിവസം ധ്യാനത്തിൽ ഇരുന്നപ്പോൾ 21ാമത്തെ ദിവസത്തിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന ജ്ഞാനോദയം കിട്ടുകയും ഇതെല്ലാം ആദ്യം അദ്ദേഹം പേടിച്ച് പരിഭ്രമിച്ച് പോയി എന്നാണ്. അപ്പൊ അദ്ദേഹം പോകുന്ന വഴിക്ക് കാല് ഒരു പാറയിൽ തട്ടിയെന്നും കാല് മുറിഞ്ഞു എന്നും, അപ്പൊ കൈവച്ച് അവിടെ ഇങ്ങനെ തടവിയപ്പോൾ ആ മുറിവ് ഹീലായി എന്നും പറയുന്നു. അങ്ങനെ അദ്ദേഹം ഇരുന്ന ധ്യാനത്തിൽ അദ്ദേഹത്തിന് 3 ഡയമെൻഷണൽ ഫോർമാറ്റുകളായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന ഒരുപാട് റെക്കി സിമ്പലുകളുണ്ട്. അപ്പൊ ഈ സിമ്പലുകളാണ് യഥാർത്ഥത്തിൽ, അപ്പൊ അത് നമ്മൾ യന്ത്രം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ യന്ത്രം എന്താണെന്നും കൂടി ഈ കൂട്ടത്തിൽ പറയാം. അപ്പൊ 4 കാര്യങ്ങളാണ് ഉള്ളത്. 1 നാമം, 2 രൂപം, 3 മന്ത്രം, 4 യന്ത്രം. ഇതാണ് നമ്മൾ പറയുന്നത് നാമരൂപ മന്ത്ര യന്ത്രാദികൾ എന്ന് പറയുന്നു. അപ്പൊ എന്താണ് നാമം? അപ്പൊ ഇന്ന് ഇപ്പൊ ക്ലാസ്സിൽ ബിജു പത്മനാഭൻ എന്നൊരു പേര് ആണ് കേൾക്കുന്നത്, അല്ലെ? അപ്പോൾ നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആ പേരാണ് ആദ്യം. ആ പേരിനോട് ചേർന്ന ഒരു രൂപം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു, അല്ലെ? അപ്പൊ അത് എപ്പോഴും സ്ഥിരമായിട്ട് ഒരു രൂപം തന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഈ കോലങ്ങളൊക്കെ മാറ്റുന്നത്. അപ്പോൾ അതിന് വേറെ ചില പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ നമ്മൾ ഒരാളുടെ പേരാണ് കേൾക്കുന്നത്. പേര് കേൾക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ നമുക്ക് രൂപം അതിന്റെ കൂടെ കൽപ്പിച്ചു വരുന്നു. അത് നമ്മുടെ മെമ്മറിയിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്ന ഒരു സംഗതിയാണ്.
അതങ്ങനെ വരുന്നു. ഇനി ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാളിനെ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോൾ നിങ്ങളുടെ മനഃശക്തി ഉപയോഗിച്ച് നിങ്ങളൊന്ന് ആ ആളിനെ വിഷ്വലൈസ് ചെയ്ത് നോക്കണം. ഒരാളിനെ കണ്ടിട്ടില്ലാത്ത ഒരാളുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ശബ്ദം കേട്ടുകൊണ്ട് നിങ്ങൾ ആളുടെ രൂപം മനസ്സിലൊന്ന് പ്ലാൻ ചെയ്ത് നോക്കണം. എന്നിട്ട് ഒറിജിനലും ഈ പറഞ്ഞ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് കണ്ടുപിടിക്കും. ഇപ്പൊ ഇതൊക്കെ വളരെ രസകരമായ മൈൻഡിന്റെ ചില കളികളാണ്. അത് വളരെ രസകരമായ കാര്യങ്ങളാണ്. അതൊന്ന് ചെയ്തു നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് കുറാമയാമ മലനിരകളിൽ അദ്ദേഹം ഇരുന്നു. അപ്പൊ നാമം പറഞ്ഞു, രണ്ടാമത് രൂപം പറഞ്ഞു, മൂന്നാമത് ഈ നാമത്തിന് തുല്യമായിട്ടുള്ള രൂപവും ആ രൂപത്തിന് തുല്യമായിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ കോഡിംഗ് ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു എനർജി. അതായത് ഇപ്പം ബിജു പത്മനാഭൻ എന്ന് പറയുമ്പോൾ ആ ഞാൻ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ഫോം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും ദേവതയ്ക്ക് മൂലമന്ത്രം എന്ന് പറയുന്നു. അതായത് ഇനിഷ്യൽ വൈബ്രേഷൻ, അതിന്റെ ശരിക്കും അതിനെ പ്രവർത്തിപ്പിക്കുന്ന പാസ് കീ ആണ് യഥാർത്ഥത്തിൽ ആ പറയുന്ന മൂലമന്ത്രം. അപ്പോൾ ഓരോ ദേവതയ്ക്ക് ആ മൂലമന്ത്രമുണ്ട് എന്ന് പറയും പോലെ ഇപ്പൊ ഞാനെന്ന് പറയുന്ന ഈ ഇത്ര പൊക്കവും ഇത്ര ഇതുമൊക്കെ ഉള്ള ഈ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു നാമമുണ്ട്, അതിനൊരു രൂപമുണ്ട്. ഇതിന്റെ രണ്ടിനും മാച്ചായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എന്താ പറയുക ചില ശബ്ദങ്ങൾ ഉപയോഗിച്ച് നമ്മളൊരു സാധനം ഉണ്ടാക്കിയത് മന്ത്രം എന്ന് പറയുന്നത്. ഇനി ഈ മന്ത്രത്തിനെ നമ്മുടെ ഫിഗറേറ്റീവ് സ്റ്റൈലിലേക്ക് മാറ്റുമ്പോൾ അത് യന്ത്രമാവുന്നു. അപ്പൊ ഇതാണ് നാമരൂപ മന്ത്ര യന്ത്രാദികൾ എന്ന് പറയുന്നത്. അപ്പൊ യന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ എന്നാണ് നമ്മൾ സാധാരണയായിട്ട് മനസ്സിലാക്കുന്നത്. പക്ഷേ മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു ടൂൾ എന്നാണ് എൻ്റെ അർത്ഥം, അല്ലെ? അപ്പൊ ഈ എനർജിയെ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ചില രേഖകളെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്കെച്ചുകളെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ യന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ റൈക്കിൽ അങ്ങനെയുള്ള ഡിവൈൻ ആയിട്ടുള്ള യന്ത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ അത്രയും ഡിവൈൻ ആയിട്ടുള്ള ഫോർമാറ്റുകളുണ്ട്. ഈ ഫോർമാറ്റുകൾ വരയ്ക്കുമ്പോൾ അപ്പോൾ ഇതിനകത്ത് റൈക്കി ഹീലേഴ്സ് ഉണ്ടവർക്ക് അറിയാം, ഫസ്റ്റ് സിമ്പിൾ വരയ്ക്കുമ്പോൾ തന്നെ അവിടെ സ്പേസും ടൈമും അവിടെ കട്ടാവുന്നു, അല്ലെ? അതായത് എൻ്റെയർ സ്പേസും എൻ്റെയർ ടൈമും നമുക്ക് ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ബിന്ദുവിലേക്കും ക്ഷണത്തിലേക്കും കൊണ്ടുവരാൻ സാധിക്കുന്നു. പിന്നെ നമ്മൾ ഹീൽ ചെയ്യുന്നത് ഈ ബിന്ദുവിലേക്കും ക്ഷണത്തിലുമാണ്. അപ്പം നമ്മുടെ കൈകളിലൂടെ ഒഴുകുന്ന ഊർജം എവിടെ നിന്നാണ് ഒഴുകുന്നത്? പ്രപഞ്ചത്തിൽ നേരത്തെ ഉണ്ട്. നമ്മൾ ഇവിടെയുള്ള നമ്മുടെ ബ്രെയിനിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്ന അറ്റ്യൂൺമെന്റിലൂടെ അതിനെ നമ്മളുമായിട്ട് കണക്ട് ആവുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കൈകളിലൂടെ ഊർജ്ജത്തിനെ പ്രവഹിപ്പിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് സാധാരണയായിട്ട് റൈക്കി നടക്കുന്നത്. അപ്പോൾ റൈക്കിയെ കുറിച്ച് കൂടുതലായിട്ട് അതും മണിക്കൂറുകളോളം സംസാരിക്കേണ്ട വലിയ സബ്ജക്റ്റാണ്. എങ്കിലും ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് നല്ല റൈക്കി ഹീലേഴ്സിന്റെ അടുത്ത് നിന്ന് അറ്റ്യൂൺമെന്റ് എടുത്തിട്ട് നമ്മളിതിനെ പ്രാക്ടീസ് ചെയ്തിരുന്നു. അറ്റ്യൂൺമെന്റ് എടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് അവരിൽ നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ 3rd A കഴിഞ്ഞതാണ്. അതിൻ്റെ 3rd B കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറ്റ്യൂൺമെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 3rd A കൊണ്ട് ഞാനത് തൽക്കാലം നിർത്തി, 3rd B എടുത്തിട്ടില്ല. അപ്പോൾ നല്ല ആചാര്യന്മാരിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ എനിക്ക് എന്തായാലും അങ്ങനെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നല്ല 2 ആചാര്യന്മാരുടെ അടുത്ത് നിന്ന്, മുഹമ്മദ് പുതുപ്പാടി അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നും TR സോമശേഖരൻ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നുമാണ് എനിക്ക് റൈക്കി പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. അപ്പോൾ അത് പിന്നെ റൈക്കി സ്വയം പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ്. ധാരാളം പുതിയ കാര്യങ്ങൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. മറ്റെന്തെങ്കിലും? തീർച്ചയായും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ നമ്മുടെ സെഷൻസിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ കർമ്മ ഹീലേഴ്സും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവ് അദ്ദേഹത്തിന്റെ കാലുകളിൽ അമ്പേറ്റ് അദ്ദേഹത്തിന് ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരുന്നതിന് അദ്ദേഹത്തിന്റെ ഒരു കർമ്മയാണ് അതിന് കാരണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതായത് പൂർവ്വജന്മത്തിൽ രാമനായിരുന്ന സമയത്ത് അദ്ദേഹം ബാലിയെ ഒളിയുമ്പ് ചെയ്തതിന്റെ പരിണിത ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഇത് ചെയ്യേണ്ടി വന്നതെന്ന് പറയുന്നു. അപ്പൊ ആ സമയത്ത് ഈ കാട്ടാളൻ ചെന്നിട്ട് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു ചെയ്തു പോയി, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അതുകൊണ്ട് വളരെയേറെ പശ്ചാത്തപിച്ച് അങ്ങ് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് ഈ അമ്പ് എഴുതിപ്പിച്ചതും ഞാൻ തന്നെയാണെന്ന് പറയുന്നു. അപ്പോ നമ്മൾ അതിനെ അതുകൊണ്ട് കർമ്മ എന്ന് പറയുന്നത് ഇപ്പൊ ഇത് മൊത്തത്തിലൊരു കർമ്മയുടേതായ ഒരു നെറ്റ്വർക്കാണ്, അല്ലെ? അത് നമ്മൾ കർമ്മ ഡൈനാമിക്സ് എന്ന് പറയും. അപ്പൊ ഈ കർമ്മ ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും 1-2 വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ടോ ആയിരക്കണക്കിന് ദിവസങ്ങൾ കൊണ്ടോ നമുക്ക് തീർക്കാൻ പറ്റാത്ത പ്രപഞ്ചത്തിന് അതിൻ്റെതായ ഒരു അൽഗോരിതം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ അൽഗോരിതം എന്ന് പറയുന്നത് പല ഫാക്ടേഴ്സ് ചേർന്നിട്ട് ഈ അടുത്ത കാലത്ത് ഒരു ഫ്ലൈറ്റ് ക്രാഷിൽ കുറെ പേര് മരിച്ചപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അവിടെയും പറയുന്നുണ്ട്, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇത് ഹാൻഡ് പിക്ക് ചെയ്ത ഒരേ കർമ്മ അനുഭവിക്കാൻ വേണ്ടി ഹാൻഡ് പിക്ക് ചെയ്ത ആളുകളുടെ ഒരു കൂട്ടമായിട്ട് നമ്മൾ അതിനെ അന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അത് യഥാർത്ഥത്തിൽ വളരെയേറെ കർമ്മ ഡൈനാമിക്സിനെ വിശദീകരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഒരാളിന് എന്തുകൊണ്ടൊരു അസുഖം വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, പൂർവ്വജന്മാർജിതം പാപം വ്യാധി രൂപേണ ജായതേ എന്നാണ്. അപ്പൊ പൂർവ്വജന്മങ്ങളിൽ നമ്മൾ അനുഷ്ഠിച്ച, പൂർവ്വകാലങ്ങളിൽ നമ്മൾ അനുഭവിച്ച പല കാര്യങ്ങളും ഇപ്പൊ തന്നെ പല ആളുകളും പറയാറുണ്ട്, ഈ ജന്മത്തിൽ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, പക്ഷെ വളരെ കഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് അദ്ദേഹം കടന്നുപോയെന്ന് പറയുന്നു,
അല്ലെ? അപ്പൊ സ്വാമി വിവേകാനന്ദന് അദ്ദേഹം ഇത്രയും വലിയ യോഗി ആയിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് വളരെ ചെറിയ പ്രായം 40 വയസ്സിന് താഴെ വെച്ച് അദ്ദേഹത്തിന് ഭൂമിയിൽ നിന്ന് പോകേണ്ടി വന്നു. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ അസുഖം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു.